ഇന്ന് 8ാമത്തെ ശ്ലോകമാണ്. പ്രാപ്തയാശൂർപ്പണക്യാമദനജല ധൃതൈരർത്ഥനൈർ നിസ്സഹാത്മാ താം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാചരാന പ്യയുധസമധികാം ദക്ഷണാദക്ഷതോ ക്ഷ്മാ. സീതയോടും ലക്ഷ്മണനോടും ഒപ്പം പഞ്ചവടിയിൽ സുഖമായി കഴിയുമ്പോൾ രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ ഒരിക്കൽ അവിടെ എത്തി. രാമനെ കണ്ട് കാമവികാരം കൊണ്ട് മനസ്സിളകിയ ശൂർപ്പണഖ ഒരു മറവും കൂടാതെ തൻ്റെ ആഗ്രഹം രാമനെ അറിയിച്ചു. ശൂർപ്പണഖയുടെ ലജ്ജയില്ലാത്ത ഈ അഭ്യർത്ഥന കൊണ്ട് മനസ്സ് മടുത്ത ശ്രീരാമൻ, അഭ്യർത്ഥനയല്ല കേട്ടോ, അർത്ഥനയാണ് അല്ലേ, ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു അവളെ. അവളുടെ ദുശ്ചേഷ്ടിതം കണ്ട് കോപിഷ്ഠനായ ലക്ഷ്മണൻ അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. മൂക്ക് മുറിഞ്ഞ വികൃതരൂപിയായി തൻ്റെ മുന്നിൽ വന്നെത്തി മുറവിളി കൂട്ടിയ ശൂർപ്പണഖയെ കണ്ട് അവളുടെ സഹോദരൻ ഖരൻ കോപിഷ്ഠനായി. ദൂഷണൻ, ത്രിശിരസ് എന്നിവരോടും 10,000-ലധികം രാക്ഷസന്മാരോടുമൊപ്പം അവർ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയെത്തി. ഖരൻ ഒരിക്കലും കോട്ടം തട്ടാത്ത വീര്യപരാക്രമങ്ങളോടുകൂടിയ ശ്രീരാമൻ അവരെല്ലാം ക്ഷണനേരം കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പതിച്ചു. പ്രാപ്തായ ശൂർപ്പണഖ്യ മദനജലധൃതേരർത്ഥനേർ നിസ്സഹാത്മാ താം സൗമിത്രോ വിസൃജ്യ പ്രബലതമരുഷാതേന നിർലൂനനാസം ദൃഷ്ട്വൈനം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം ദക്ഷണാദക്ഷദോഷ്മാ.